അപ്പോൾ ആളുകൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങോട്ടാ പോകണമെന്ന് നമുക്കറിയില്ല. നമുക്ക് പോകാൻ കുറേ പറയാനുള്ളൂ. നമ്മൾ ഒറ്റ കൈ കൊണ്ട് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വാഹനങ്ങളൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. അങ്ങനെ പോകണമെന്ന് അറിയില്ല. നമുക്ക് കാണാനുള്ള അറിയില്ല. പോവാ നോക്കി ബ്ലോക്കായി പോയി. ക്ഷേത്രം ഉത്സവം കഴിഞ്ഞാണെന്നറിയില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ചില ഭാഗത്തൊക്കെ ഭയങ്കര എന്താ പറയുക ജോലിയായിരിക്കും കേട്ടോ. ഒരു വിഷയമൊന്നുമല്ല. അവരിങ്ങനെ ചുമ്മാ ഫോട്ടോ കയറി നേഴ്സില്ല. പോട്ടെ ഞാൻ കാറ് പോട്ടെ. കുഴപ്പമില്ല. ഇതുപോലെ വല്ല ഇലക്ട്രിക് കാറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. വേറെ തിരക്കാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇത്തിരി ലൈറ്റ് പോയി, അതുകൊണ്ട് ആ വഴി വഹിക്കണേ. അപ്പം നമുക്ക് ഈ വഴി അങ്ങ് പോയാലോ. നമുക്ക് ഏതെങ്കിലും വഴി കൂടിയൊക്കെ കയറുക. അത് അവിടെ ആ വഴി ഭയങ്കര തിരക്ക്. നമുക്കൊരു കാര്യം ഇവിടെ എവിടെയെങ്കിലും വെള്ളമൊക്കെ ഒന്ന് കുടിച്ചാലോ. ഇപ്പം എങ്ങോട്ടാണ് പോകണേന്ന് അറിയില്ല കേട്ടോ. വണ്ടി വരുന്നു. ഗ്രാൻഡ് പാന്നാണ് അവർ വിളിച്ചത്. ഇവിടെ വലിയ ശബ്ദം ഒന്നുമില്ല. നിശബ്ദമായ സ്ഥലം. വല്ലപ്പോഴൊരു കാരണമുണ്ടല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ ഉള്ളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു ദ്വീപിനകത്ത് സഞ്ചരിക്കുന്നു. അതാണ് ഇതിനകത്ത്. പോട്ടെ നമുക്ക് അങ്ങോട്ട് പോകണം. ആ വഴി പോയാലോ. ഈ വഴി ഇത് പഴയ വഴിയാണ്. ടാർ ചെയ്യാത്ത വഴിയാണ്. മുമ്പ് ടാർ ചെയ്ത വഴിയാണ്. ഈ വഴിയിൽ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ടാർ ചെയ്യാത്ത വഴിയാകുമ്പോഴേ ഒരു ചെറിയ കടകളും അവിടെ ചേട്ടന്മാർ വെടിവർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഇതാണ് പഴയ റോഡ് കേട്ടോ. ടാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് അധികം അങ്ങോട്ട് വികസനം വരാത്ത, അല്ലെങ്കിൽ പഴയ കാലത്ത്. പക്ഷെ എന്നാലും ഉണ്ട്. തീരെ പഴയ വീടുകളൊന്നുമല്ല ഇവിടെ ഉള്ളത്. എല്ലാം അത്യാവശ്യം കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ട്.
ഇവിടെ ആലക്കുടി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒച്ചപ്പാണ്. റോഡ് അങ്ങനത്തെ ടാർ ഏകദേശം ഒരു 80 കാലഘട്ടത്തിലെ ടാറിങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് കണ്ടിടത്തോളം. അതിനുശേഷം ഇവിടെ ടാർ ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരുപാട് മന്ദിരങ്ങൾ, ഗുരുമന്ദിരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ആദ്യം കേട്ടിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ മണ്ണ് വഴി ഉണ്ട്. ഈ വഴി തെറ്റുമെന്ന് അറിയില്ല ഇതിനകത്തുനിന്ന്. കാരണം ഇതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് നോ പ്രോബ്ലം. ആരോടും ചോദിക്കാമല്ലോ. പാലത്തിലേക്ക് പോകുന്ന വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ ആൾ ഉണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ട് ആ പ്രശ്നമില്ല. ഇതൊക്കെയാണ് ഈ പെരുമ്പളം ദ്വീപിലെ ചില കൈ കാണിക്കുന്നത്. പക്ഷെ പുറയിലായിപ്പോയി. പെരുമ്പളം ദ്വീപിലെ ചില വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇനി ഒരു ദിവസം കൂടി വരാനായി. നമ്മൾ ഷൂട്ട് ചെയ്യണോണ്ടേ അവിടെ നിൽപ്പണ്ടല്ലോ, അന്ന് നോക്കിയിരിക്കുക. ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ്ങുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ ആ ദ്വീപിനകത്തെ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്നു നമ്മൾ. എന്നാലും ഈ വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് വഴിയാണ്. വാഹനങ്ങൾ ഇവിടെ നേരത്തെ ഉണ്ട്, ഈ പാലം വരുന്നതിന് മുമ്പേ ഉണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു 70 കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കൂടി പോകുന്ന ഒരു ഫീൽ തന്നെയാണ് ഇത്. 70 കാലഘട്ടത്തിൽ, 70 അല്ല 80, ഞങ്ങളുടെ 70 അല്ല 80-ലാണ്. ഈ റോഡും ഈ രണ്ട് സൈഡിലുള്ള ഇതും ആളുകളുടെ രീതികളൊക്കെ നമുക്ക് തന്നെ തോന്നുന്നു. പക്ഷേ ഒരു വസ്ത്രധാരണ രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. പുതിയ തരത്തിലുള്ള രീതി. ബാക്കിയെല്ലാം പഴയ സംഗതികളാണ്. ഇപ്പോൾ ഇവിടെ കണ്ടത് ഒരു വീട് കണ്ട ചെറുതായിട്ടേ കാണുള്ളൂ. പഴയൊരു വീടാണ്, തറവാട്. നമുക്ക് അങ്ങോട്ട് പോയി എടുക്കാനുള്ള ഇതില്ല. അത് തന്നെയല്ലാതെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പെരുമ്പാവൂർ ദ്വീപിലേക്ക്, പെരുമ്പാവൂരല്ല, പെരുമ്പളം ദ്വീപിലേക്ക്. ഇവിടെ വേനലാണ്ട് ഇതൊക്കെ വറ്റി തുടങ്ങി. എന്തൊക്കെ ഒച്ചയൊക്കെ കണ്ടിട്ടോ. ഇവിടെ അത്യാവശ്യം ആളുണ്ട് കേട്ടോ, ആൾക്കാരുണ്ട്. ദ്വീപാണെന്ന് പറഞ്ഞിട്ട് ആൾ താമസമില്ലാതെ മറ്റുള്ളവർക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെന്താ വെച്ചാൽ ഇവർക്ക് ഈ പറഞ്ഞ പോലെ പില്ലറിൽ നിർത്തിയാൽ മതിയായിരുന്നു. വെള്ളക്കെട്ടായതുകൊണ്ടേ പില്ലറിൽ നിർത്തിയാൽ മതിയായിരുന്നു. പില്ലർ ചെയ്തിട്ട് അതിന്മേൽ വീട് നിർത്തിയാൽ പ്രശ്നം ഉണ്ടാവില്ല. ഭൂമിയിലേക്ക് തന്നെ പണിയുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. നല്ല റോഡ് വളരെ മോശമാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോകാം. ഇതിലും മോശമായ റോഡിൽ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിച്ചല്ലോ. റോഡിൽ കൂടി അവിടെ സംഭവിക്കും, സ്ലിപ്പ് ചെയ്ത് വീഴും. ചുമ്മാ അങ്ങ് പോയാൽ. ഇവിടെയൊക്കെ തെങ്ങിൻ തോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇനി അധികം സംസാരിക്കുന്നില്ല, നിങ്ങളെ നിശബ്ദത കേൾക്കാം. ഇവിടെ ഒരു കാറുണ്ട്. അവിടെ എന്തോ ജെട്ടി എന്തോ ഉണ്ടെന്ന് തോന്നാം, ജങ്കാറോ ജെട്ടിയോ. എങ്ങോട്ടാണെന്നറിയില്ല.
എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതായത് ജങ്കാറ് വരുന്ന സ്ഥലമുണ്ട്, ജങ്കാറ് അടുക്കുന്ന സ്ഥലം, ജങ്കാറ് ജെട്ടി. അതിൽ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ബോട്ട് ഒരു ബോട്ട് വരുന്നുണ്ട്, കേരള സർക്കാരിൻ്റെയാണ് ട്രാൻസ്പോർട്ടിങ്. അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മുമ്പത്തെ യാത്രാ മാധ്യമം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടായിരിക്കും. പാണാവള്ളി മാർക്കറ്റ്, പെരുംചിറക്കരി, ഇറപ്പുഴ വഴി സൗത്ത് പറവൂര്. സൗത്ത് പറവൂരിലേക്ക് പോകുന്ന ബോട്ടാണ്. കേരള സർക്കാരിൻ്റെയാണ്. ഇപ്പോഴും ആളുകൾ ഈ വഴി വരുന്നുണ്ട്. ബസ് സർവീസൊന്നും ആയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. എന്നാലും ആ വഴി ചുറ്റി വരണ്ടേ. ഇത് പറവൂരിലേക്ക് പോകുന്ന സൗത്ത് പറവൂർ. ആരുമില്ല, അപ്പോൾ അവർ പോയി. ഇപ്പോൾ പെരുമ്പളം ദ്വീപിലുള്ള ഒരു പഴയ വീടാണ് കേട്ടോ. ചെറിയൊരു വീടാണ്. ആളുണ്ട് എപ്പോഴും, കറണ്ടൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? ഇതാണ് അവരുടെ ഫ്രണ്ട്, കായലിനോട് ചേർന്ന ഫ്രണ്ടിലേക്ക് വയ്ക്കും. ഇതൊരു ശ്രീകൃഷ്ണ ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയൊരു വീട് കൊടുത്ത് അവിടെ ആ കാണുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയായിരുന്നു പഴയ കാലത്ത് ഇവരുടെ വീടും സ്ഥലങ്ങളൊക്കെ. ഒരു ബോട്ടിന് ഇത് പറവൂർക്കുള്ള അതിൽ വഴി പോയി നോക്കട്ടെ. ഫാമിലി ബ്ലോഗാണെന്നൊക്കെ ചോദിക്കുന്നത്. റോഡ് വളരെ പഴയ റോഡാണ്. വഴി അങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ചിലപ്പോൾ തിരിച്ച് ഈ വഴിയാണ് വരേണ്ടി വരും. എന്നാലും ഇച്ചിരി ഇട്ടാണ്, ഈ വഴി പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഈ വഴി അങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയില്ല. ഞാൻ പോയി നോക്കാം. പോയിട്ട് അവസാനം പാലത്തിലേക്ക് പോയി കയറാം. അതിന് കുറച്ചുള്ളൂ. അപ്പോൾ നിങ്ങളത് കാണുക. ഇതാണ് പെരുമ്പളം. പക്ഷേ ഈ ഒരു നീല ടർപ്പായാണ് നമ്മൾക്ക് അല്ലേ കുറച്ചുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് എടുക്കും. വൈകി എന്നാലും കുഴപ്പമില്ല. എങ്ങോട്ടാ പോകണമെന്നൊന്നും ഒരു പിടിയില്ല. പോകണം കയറി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള വേലിക്കെട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കുമല്ലോ. വേറെ പ്രത്യേകിച്ച് ഒരു ദ്വീപിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഇല്ല ഇവിടെ സത്യത്തില്ല. പാലത്തിൻ്റെ മുകളിൽ ആൾക്കാർ വന്നിട്ടൊന്നും പോകുന്നു. പക്ഷെ പാലം
അപ്പം ഞാൻ സാധനം പറഞ്ഞൊക്കെ തന്നെ വലിയ വ്യത്യാസം. പിന്നെ ഒരു ദ്വീപാണെന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ. ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ചേട്ടന്മാരാണെന്ന് കൊണ്ടല്ലോ വീട്ടിലോട്ട് പോകുന്ന വഴിയാണെന്ന് അറിയില്ല. കണ്ടിട്ടൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയായിട്ടാണ് തോന്നുന്നത്. അങ്ങോട്ട് വഴിയില്ലാന്നാണ് നമുക്ക് പോകേണ്ടത്. മണ്ണ് വഴിയാണ്. ആരെങ്കിലും വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്നറിയില്ല. പോയി നോക്കാം. എല്ലാം അവിടെ രണ്ട് ചേട്ടന്മാർ പോകുന്നുണ്ട്. ചേട്ടന്മാരെല്ലാം പ്രായമുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് പതിയെ പോവാം. ടാറിട്ട റോഡിനേക്കാളും നല്ല മണ്ണ് വഴിയാണ് കേട്ടോ. ശരിക്കും കുഴപ്പമില്ല. ഇതാണ് പെരുമ്പളം ദ്വീപ്. ഇതൊക്കെ ശരിക്കും വനപ്രദേശം പോലെ തന്നെ ഉണ്ടോ. എന്നാൽ തെങ്ങ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല പൂഴിയാണ് വീണ്. നല്ല പൂഴിയാണ് ഇവിടെ കണ്ട മണ്ണ്. ഇങ്ങനത്തെ പൂഴി മണ്ണൊക്കെ ഉള്ള സ്ഥലങ്ങൾ വളരെ അപൂർവം ഉണ്ടാകും. ഇതിൽ ഇനി ചവിട്ടി പോകാൻ പറ്റുമോ എന്നറിയില്ല. നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കൃഷിയില്ല. പൂഴിയാണ്. നമുക്ക് ഇത്തിരി താഴ്ത്താം. ഓക്കെ, പോയി നോക്കട്ടെ പറ്റുമോ ഇല്ലേ. സൈക്കിൾ പോയ ഒരു വഴിയുണ്ട്, ആ വഴി കൂടി പോവാം. എന്നാലും പെട്ടുപോയാൽ പെട്ടുപോയി, രക്ഷയില്ല. അപ്പോൾ പൂടിയാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, കുറച്ച് ദൂരം എന്നുള്ള. ഓക്കെ.